ഇതിഹാസ താരം ലിയോണൽ മെസ്സിക്ക് ഡൽഹിയിലും ഊഷ്മള സ്വീകരണം. പുകമഞ്ഞ് കാരണം 2 മണിക്കൂറോളം വൈകിയാണ് മെസ്സി ഡൽഹിയിലെത്തിയത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മിനർവ അക്കാദമി താരങ്ങളോടൊപ്പം പന്ത് തട്ടിയ മെസ്സി ഇന്ത്യയിലേക്ക് ഇനിയും വരുമെന്നും ഇന്ത്യയിൽ കളിക്കുമെന്നും പറഞ്ഞു. രാജ്യതലസ്ഥാനത്തും ഫുട്ബോളിന്റെ മിശിഹയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. കൊൽക്കത്തയിലെയും ഹൈദരാബാദിലെയും മുംബൈയിലെയും ആരാധക കൂട്ടം പോലെ തിങ്ങി നിറഞ്ഞ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും നീലവിരിച്ചുള്ള കാത്തിരിപ്പ്. 2 മണിക്കൂറോളം വൈകിയെത്തിയ മെസ്സിക്കായി അക്ഷമരായി കാത്തിരുന്ന ആരാധക വൃന്ദം. കാത്തിരിപ്പിനൊടുവിൽ മെസ്സി എത്തിയപ്പോൾ ആരവങ്ങളോടെ വരവേൽപ്പ്. പിന്നാലെ യൂറോപ്പിൽ കൗമാര ടൂർണമെന്റിൽ കരുത്തരെ തോൽപ്പിച്ച് കിരീടങ്ങൾ ഇന്ത്യയിലെത്തിച്ച മിനർവ അക്കാദമി താരങ്ങളോടൊപ്പം പന്ത് തട്ടി മെസ്സി. ICC അധ്യക്ഷൻ ജയ്ഷ മെസ്സിക്ക് 2020 ലോകകപ്പിന്റെ ടിക്കറ്റ് നൽകി ടിക്കറ്റ് വിൽപ്പനയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ആരംഭിച്ചു. പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 10ാം നമ്പർ ജേഴ്സിയും മെസ്സിക്ക് ജയ്ഷ കൈമാറി. इंडियन क्रिकेट टीम की जर्सी है, जी हां, और ये नंबर 10 गिफ्ट किया जा रहा है फुटबॉल के लेजेंड लियोनेल मेसी को. 10,000ങ്ങളെ സാക്ഷിയാക്കി ഇന്ത്യയിലേക്ക് വീണ്ടും വരുമെന്നും ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും മെസ്സി. Impresionante, una locura todo lo que hicieron por nosotros estos días, así que nada, nos llevamos el cariño de todo y seguramente volveremos, ojalá sea algún día a jugar algún partido o en otra ocasión, pero seguramente que volveremos a visitar India. Muchas gracias. ഹർഷാരവങ്ങളോടെയാണ് മെസ്സിയെ ഡൽഹി യാത്രയാക്കിയത്. ഡൽഹിയിൽ മെസ്സിയുടെ മുഖ്യ പരിപാടിയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച വിമാനം വൈകിയത് കാരണം റദ്ദാക്കി. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.